ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എർത്തനിക് ഹോം. അപ്പോൾ ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. നമുക്ക് വീട് അലങ്കരിക്കാനൊക്കെ പറ്റിയ ഒരു നല്ലൊരു ക്രാഫ്റ്റാണ് ഞാനിത് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഐഡിയ എനിക്കൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അതിൽ എൻ്റേതായ മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ഞാൻ ഇതിന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. ആദ്യം നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് ഒരു ടിഷ്യൂ പേപ്പർ റോളാണ്. റോളിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊരെണ്ണം വേണം. പിന്നെ വേണ്ടത് കത്രികയാണ്. പിന്നെ അതിന് ശേഷം ഇത് ഒരു സീക്വൻസ് ആണ്. നിങ്ങളുടെ കയ്യിൽ മിറർ പീസുകളുണ്ടെങ്കിൽ, റൗണ്ടിലുള്ള മിറർ പീസ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനത്തെ സിൽവർ കളറിലുള്ള സീക്വൻസ് ആണ്, അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഗ്ലൂ ഗൺ വേണം. ഗ്ലൂ ഗൺ അല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഫെവിക്കോളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്കത് ഒട്ടി നിന്നില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നന്നായിരിക്കാം. പിന്നെ വേണ്ടത് കളേഴ്സാണ്. അക്രിലിക് കളേഴ്സോ അല്ലെങ്കിൽ പോസ്റ്റർ കളേഴ്സോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ആ കളേഴ്സ് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ വേണ്ടത് ഒരു പ്ലെയിൻ പേപ്പറാണ്. അത്യാവശ്യം കട്ടിയുള്ളൊരു പ്ലെയിൻ പേപ്പർ വേണം. അത് എന്തെങ്കിലും നമ്മുടെ വെഡ്ഡിങ് കാർഡൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുമല്ലോ, പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് കളറിൽ, അങ്ങനത്തെ അതൊക്കെ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ക്രാഫ്റ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ഈ ഒരു ടിഷ്യൂ പേപ്പർ റോള് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഷേപ്പായി കിട്ടുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിസേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മളതിനെ ഒരു ചെറിയൊരു ആ പടത്തിൽ കാണുന്ന പോലെ ആ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പം കണ്ടില്ലേ, ഇതുപോലെ ഒരു ഷേപ്പിൽ കിട്ടിയ, ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ കിട്ടിയ, ഒരു പൂവിൻ്റെ ഇതളിൻ്റെ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ എന്തെങ്കിലും പൊങ്ങിയിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറുതായിട്ട് പേപ്പർ പൊങ്ങിയിരിപ്പുണ്ട്. അത് നമ്മളൊരു പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് അത്ര ഭംഗിയായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഞാനത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തായിട്ട് കട്ടിയുള്ളൊരു പേപ്പർ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ പേപ്പർ എടുക്കുക. അതിൻ്റെ കൂട്ടത്തിലൊരു പെൻസിലും എടുത്തിട്ട് നമ്മൾ നേരത്തെ പെറ്റലിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി വെച്ചില്ലായിരുന്നു, അത് വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. ആ പെറ്റലിൻ്റെ ഷേപ്പ് വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ നമ്മൾ വരച്ചു കൊടുക്കണം ആദ്യം വേണ്ടത്. എന്നിട്ട് ആ ഔട്ട്ലൈൻ വരച്ചത് നമ്മൾ നന്നായിട്ട് വെട്ടിയെടുക്കണം. ആ ഷേപ്പിൽ തന്നെ വെട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ ഷേപ്പിൽ അത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ പെറ്റലിൻ്റെ ഷേപ്പിലുള്ള ആ കട്ടിയുള്ള പേപ്പറില്ലേ, അത് നമ്മൾ കളർ ചെയ്യാൻ പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കളർ എടുക്കുക, പിന്നെ ഒരു ബ്രഷും വേണം. അപ്പോൾ ആ കളറും ബ്രഷും എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്തിട്ട് ആ കളറ് ഈ ഒരു കട്ടിയുള്ള പേപ്പറിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ ഈ പെറ്റൽ പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലേ ടിഷ്യൂ റോൾ വെച്ചിട്ട്, അത് ഇതിൻ്റെ മേലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കളർ ചെയ്ത ഭാഗം മുകളിലേക്ക് വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ഈ പെറ്റൽ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം പശയൊന്ന് ഉണങ്ങാനായിട്ട് വിടണം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെറ്റലിൻ്റെ പുറത്തോട്ട് നിൽക്കുന്ന കുറച്ച് പോർഷൻ ഉണ്ടല്ലോ, ഈ റെഡ് കളറിൽ, അതൊക്കെ നമുക്ക് ബാക്കി പുറത്തോട്ട് നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് ഒരു ഷേപ്പ് ആക്കണം. നിങ്ങൾ ഉണങ്ങിയതിന് ശേഷം വേണം കേട്ടോ ഇത് കട്ട് ചെയ്ത് കളയാൻ. ഞാൻ ഉണങ്ങുന്നതിന് തൊട്ട് മുന്നേ കട്ട് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണ് കുറച്ച് വിട്ടു പോകുന്നു. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ സൈഡെല്ലാം കട്ട് ചെയ്ത് കളയുക.
ഈ ഒരു ക്രാഫ്റ്റിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു 32 പെറ്റൽസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ നേരത്തെ കുറച്ച് പെറ്റൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലെല്ലാം പല കളേഴ്സാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് കൊടുക്കാം, അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഞാനിതിൽ പല കളേഴ്സ് കൊടുത്തിട്ട് ഒരു 32 പെറ്റൽസ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടിഷ്യൂ പേപ്പറിൻ്റെ സൈഡിലും കളർ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ആ ഒരു കട്ടിയുള്ള പേപ്പറിൽ മാത്രമേ കളർ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ്സിലും കളർ ചെയ്ത് കൊടുക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലാതെയും നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ട്. ഇനി ഞാനുണ്ടാക്കിയ എല്ലാ പെറ്റൽസും അറേഞ്ച് ചെയ്ത് വെക്കാൻ പോവാണ്. നമ്മൾ ആദ്യം അറേഞ്ച് ചെയ്ത് വെക്കുക, അതിന് ശേഷം വേണം പശ വെച്ചിട്ട് ഓരോ പെറ്റലും എടുത്ത് അങ്ങോട്ട് പരസ്പരം ഒട്ടിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് ഏതാണ് ആ ഷേപ്പ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ പെറ്റൽസ് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ പെറ്റലും എടുത്തും ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ പെറ്റലായിട്ട് എടുത്ത് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. വീഡിയോ ലോങ് ആയി പോകുന്നതുകൊണ്ട് ഞാൻ എല്ലാ പെറ്റൽസും ഒട്ടിക്കുന്ന കാണിക്കുന്നില്ല. അപ്പം ഞാൻ എല്ലാ പെറ്റൽസും പശ വെച്ച് ഒട്ടിച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നേരത്തെ കാണിച്ച ആ ഒരു സിൽവർ കളർ സീക്വൻസ് ഇല്ലേ, അത് ഞാൻ ഇതിൻ്റെ മീതെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. നിങ്ങളുടെ കയ്യിൽ മിറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മിറർ ഒട്ടിച്ചു കൊടുത്താലും മതി. ഇപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ സീക്വൻസാണുള്ളത്, അപ്പോൾ അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇരിക്കും ആ സീക്വൻസ്. അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ ഗൺ അതിൽ പശ ഒട്ടിച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും ഞാൻ സീക്വൻസ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് ഇത് ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ ഫൈനൽ ലുക്കാണ് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ. ഞാനിത് വാളിൽ തൂക്കിയിട്ടിരിക്കുന്നതാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.